നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് വരാൻ പോകുന്ന 2025 മുഴുവൻ മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കേരള ചരിത്രത്തിലെ മുഴുവൻ കണ്ടന്റും ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ കേരള ചരിത്രം എന്നറിയപ്പെടുന്ന കണ്ടന്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീധര മേനോൻ്റെ കേരള ചരിത്രം 33-ാം പതിപ്പ് പ്രകാരമുള്ള കണ്ടന്റ് ആ ടെക്സ്റ്റ് വായിച്ച് അതിൻ്റെ ക്രോഡീകരിച്ച് പ്രധാനപ്പെട്ട മത്സര പരീക്ഷയ്ക്ക് ആവശ്യമുള്ള പോയിന്റുകളാണ് ഈ ക്ലാസ്സിലുടനീളം ഇനി വരുന്ന ഓരോ ക്ലാസ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ നോട്ട്സ് PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മയുടെ ടെലഗ്രാം കൂട്ടായ്മയിൽ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്ന് രാത്രി 9 മണിക്ക് ഇതിൻ്റെ പരീക്ഷ കൂടി അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ആ ഒരു പുസ്തകത്തെ ക്രോഡീകരിക്കുമ്പോൾ നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് യൂറോപ്യന്മാരുടെ വരവ് എന്നറിയപ്പെടുന്ന ഒരു ഏരിയ മത്സര പരീക്ഷയിൽ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടന്റാണ് നമ്മൾ ആദ്യം തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് മുൻകാല വർഷങ്ങളിൽ ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നെ ആദ്യം പറയുകയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ കൊടുത്തേപ്പുണ്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു, ഒരു ഓപ്ഷനാണ്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താ ഈ പറയുന്ന ലണ്ടൻ മിഷൻ സൊസൈറ്റി? ഈ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കണം. ആ കണ്ടന്റ് നമ്മൾ വരും കണ്ടന്റിൽ പറയുന്നുണ്ട്. രണ്ടാമത്തത് മലയാളത്തിൽ ആദ്യത്തെ പ്രസ്താവന നോക്കിയേ. മലയാളത്തിൽ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്, രണ്ടാമത്തെ പ്രസ്താവന. മൂന്നാമത്തെ പ്രസ്താവന മലയാളത്തിൽ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന അല്ലെങ്കിൽ നാലാമത്തെ പ്രസ്താവന രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അപ്പൊ ഈ പറയുന്ന 4 പ്രസ്താവനകളും പരിശോധിക്കുമ്പം യൂറോപ്യന്മാരുടെ വരവ് എന്നറിയപ്പെടുന്ന ഒരു ടോപ്പിക്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ചരിത്ര വസ്തുത നിർണ്ണയിക്കുമ്പം അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുമ്പം ഈ പറയുന്ന വസ്തുതകളെല്ലാം വേണം. ഒന്നാമത്തെ വസ്തു നോക്കിയേ, ലണ്ടൻ മിഷൻ സൊസൈറ്റി. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് 3 മിഷണറികളെ പഠിക്കണം. ഒന്ന് LMS, രണ്ടാമത്തത് CMS, മൂന്നാമത്തത് BEM. ഈ മൂന്നിൻ്റെയും പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഒന്ന് LMS തിരുവിതാംകൂർ. തിരുവിതാംകൂർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച വിദ്യാഭ്യാസ മിഷണറിയുടെ പേരാണ് LMS. വളരെ പ്രധാനപ്പെട്ടതാണ്, മറക്കരുത്. രണ്ടാമത്തത് CMSന്റെ പ്രത്യേകത. CMS എന്ന് പറഞ്ഞാൽ ചർച്ച് മിഷൻ സൊസൈറ്റി എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. തിരുവിതാംകൂർ മേഖലയുടെയും കൊച്ചി മേഖലയുടെയും വിദ്യാഭ്യാസ പുരോഗതിക്ക് പ്രവർത്തിച്ച വിദ്യാഭ്യാസ മിഷണറിയുടെ പേരാണ് CMS. അപ്പൊ അത് നമ്മൾ കവർ ചെയ്ത് പഠിക്കണം. അപ്പൊ CMS എന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ ഓപ്ഷനിൽ എന്ത് കാണും? കൊച്ചി എന്ന് കാണും, അതുമല്ല എങ്കിൽ തിരുവിതാംകൂർ എന്ന് കാണും. രണ്ടും കൊടുക്കാറില്ല, കാരണം സ്കൂൾ ടെക്സ്റ്റിൽ കൊച്ചി തിരുവിതാംകൂർ എന്നാണ് കൊടുത്തേക്കുന്നത്. മൂന്നാമത്തെ വസ്തുത BEM മലബാർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച വിദ്യാഭ്യാസ മിഷണറിയുടെ പേരാ BM ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്നാണ്. അപ്പൊ LMS തിരുവിതാംകൂർ മേഖല ഒന്ന് നോട്ട് ചെയ്തേക്കണേ. LMS തിരുവിതാംകൂർ മേഖല. CMS ചോദിക്കുവാണെങ്കിൽ കൊച്ചി തിരുവിതാംകൂർ, അതിൽ കൊച്ചി ടിക്ക് ചെയ്യണം. ദെൻ മൂന്നാമത്തത് BEM ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഏത് മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതി? മലബാർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതി. ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്നാമത്തെ ദിവസം നോക്കിയേ, ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. ശരിയാണ്, ആ പ്രസ്താവന ശരിയാണ്. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ മലയാളത്തിൽ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ആ പ്രസ്താവനയും ശരിയാണ്. മലയാളത്തിൽ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? അത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഈ പറയുന്ന കേരള ചരിത്രം എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വസ്തുതകളെല്ലാം. അതെല്ലാം ക്രോഡീകരിച്ചാണ് നിങ്ങൾക്ക് തരുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, മലയാളത്തിൽ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. ഈ കഴിഞ്ഞ മത്സര പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ചോദിച്ച ചോദ്യമാണ്. മലയാളത്തിൽ ആദ്യത്തെ നിഘണ്ടു അല്ലെങ്കിൽ ഡിക്ഷണറി രൂപപ്പെടുത്തിയത് ആരാണ്? അത് അർണോസ് പാതിരിയ. ഈ അർണോസ് പാതിരിയെ കണക്ട് ചെയ്യുമ്പം ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള ചോദ്യമുണ്ട്. അർണോസ് പാതിരി എഴുതിയ പുസ്തകത്തിന്റെ പേര് പുത്തൻ പാന എന്നാണ്, മറക്കല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മരണവീട്ടിൽ പാടുവാനുള്ള പാന എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടേതാണ്. അത് വേറെ ഇത് വേറെ, മറക്കരുത്. ഞാൻ പറഞ്ഞത് എന്താണ്? പുത്തൻ പാന എന്ന പുസ്തകം എഴുതിയത് അർണോസ് പാതിരിയാണ്. മരണവീട്ടിൽ പാടുവാനുള്ള പാന എന്ന പുസ്തകം എഴുതിയത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പിന്നീട് ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ
ഗുണ്ടർട്ടാണ്. ശരിയാണ്. രാജ്യസമാചാരം മലയാള പത്രപ്രവർത്തനത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ഇല്ലിക്കുന്ന് ബംഗ്ലാവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിക്കുമല്ലോ. അതിൽ പഠിക്കുന്നതാണ് രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അപ്പൊ 4 പ്രസ്താവനകൾ എന്താണ് ശരിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ 1 ശരിയാണ്, അല്ലെങ്കിൽ 2 ശരിയാണ്, 3 ശരിയാണ്. ഇപ്പൊ ഇവിടെ 1, 2, 3, 4 എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്ന വസ്തുതയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇനി ഈ പറഞ്ഞ കേരള ചരിത്രം പരിശോധിക്കുമ്പം മലയാളവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട 3 പ്രധാനപ്പെട്ട പോയിന്റ്. 1, ആദ്യമായി മലയാള നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആരും ചോദിച്ചാൽ അത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ആദ്യമായി മലയാള നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആരാണ്? അത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അത് പഠിച്ചു പോണം. ദെൻ രാജ്യസമാചാരം, പശ്ചിമോദയം, ഈ 2 പ്രധാനപ്പെട്ട മലയാള പത്രങ്ങളും ആരാ സ്ഥാപിച്ചേ? ഹെർമൻ ഗുണ്ടർട്ട. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ലോകത്തിൽ ആദ്യത്തെ പത്രം ആരംഭിച്ച രാജ്യം അത് ചൈനയല്ലയോ? പീക്കിംഗ് ഗസറ്റ് എന്നല്ലയോ ആ ലോകത്തിൽ ആദ്യത്തെ പത്രത്തിന്റെ പേര്? ഇന്ത്യയിൽ ആദ്യ പത്രത്തിന്റെ പേര് ബംഗാൾ ഗസറ്റ് എന്നല്ലയോ? മലയാളത്തിൽ ആദ്യ പത്രമായ രാജ്യസമാചാരം, ദെൻ പശ്ചിമോദയം എന്നീ 2 മലയാള പത്രങ്ങൾ സ്ഥാപിച്ചതാരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം അത് സംക്ഷേപ വേദാർത്ഥമാണ്. ഈ സംക്ഷേപ വേദാർത്ഥം എഴുതിയത് അത് ക്ലമന്റ് പിയാനോസ് ആണ്. ഈ 3 വസ്തുതകളും വളരെ വ്യക്തമായി പഠിക്കണം. ഒന്നാമത്തെ വസ്തുത എന്താ? ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ മലയാള പത്രങ്ങൾ സ്ഥാപിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥമാണ്. ഒരു ചോദ്യം, അത് എഴുതിയതാരാണ്? അത് ക്ലമന്റ് പിയാനോസ്. അപ്പം പുത്തൻ പാന എന്ന പുസ്തകം എഴുതിയതാരാ? അത് അർണോസ് പാതിരിയാണ്. മരണവീട്ടിൽ പാടുവാനുള്ള പാന എന്ന പുസ്തകം എഴുതിയത് അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന, വാഴത്തട വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണല്ലോ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അദ്ദേഹത്തെ പറ്റിയുള്ള കണ്ടന്റുകളെല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യും. ഏറ്റവും അവസാനം അത് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ പോത്തുള്ളൂ. അപ്പൊ ഇതൊന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ 3 പ്രധാനപ്പെട്ട വസ്തുതകൾ കൂടി ഒന്ന് ഓർത്തു വെക്കണം. മലയാളത്തിൽ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട. അപ്പൊ നോക്കൂ, ഈ ഹെർമൻ ഗുണ്ടർട്ടനെ പറ്റി ഇപ്പൊ തന്നെ നമ്മൾ എത്രയോ പോയിന്റ് പഠിച്ചു. മലയാളത്തിൽ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് അത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു, മറക്കല്ലേ, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് അത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഉണ്ട്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആദ്യമായി തയ്യാറാക്കിയത് അത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിക്കുക. ഇംഗ്ലീഷ് മലയാളം നോക്കി, ABCD, A B, ബെഞ്ചമിൻ, B ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയും മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം അറിയാം, ഇന്ന് തിങ്കളാണ്. നമുക്ക് പഠിക്കാനുള്ള എല്ലാ ബാച്ചിനും പഠിക്കാനുള്ള, അത് ഡിഗ്രി ലെവൽ വർക്കൗട്ട് ബാച്ച് ആയിക്കോട്ടെ, 10th ലെവൽ മെയിൻസ് ആയിക്കോട്ടെ, എല്ലാ ബാച്ചിനും കണ്ടന്റ് സെയിം തന്നെയാണ്. വർക്കൗട്ട് ബാച്ചിൽ മാറ്റമില്ല. അവർ പഠിക്കേണ്ട ടോപ്പിക്ക് കേരള ചരിത്രം മുഴുവൻ. ഇന്ന് വർക്കൗട്ട് ബാച്ച് തന്നേക്കുന്ന മുഴുവൻ കേരള ചരിത്ര PDF-ഉം ക്ലാസ്സും റിവൈസ് ചെയ്യണം. ദെൻ കറണ്ട് അഫേഴ്സ്, പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് എന്ന് പഠിക്കണം. ഫിസിക്കൽ സയൻസിന്റെ ക്ലാസ്സോ അല്ലെങ്കിൽ PDF-ഓ തരും. ഇതെല്ലാം ക്രോഡീകരിച്ച് പഠിച്ചതിന് ശേഷം ഇന്ന് രാത്രി 9 മണിക്ക് എക്സാം. ഈ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഇന്നത്തെ വർക്കൗട്ട് തീരുന്നത്. എഗെയിൻ നാളെ ചൊവ്വാഴ്ച പഠിക്കാനുള്ള ടോപ്പിക്ക് നമ്മൾ ഗ്രൂപ്പിൽ വർക്കൗട്ട് ബാച്ചിലും കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ തരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ കറണ്ട് അഫേഴ്സിൽ പഠിക്കേണ്ട എന്തൊക്കെയാ? ഒന്ന്, വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട കണ്ടന്റ് PDF രാവിലെ പബ്ലിഷ് ചെയ്തു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റഡ് കണ്ടന്റ് സഹിതം കറണ്ട് അഫേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദെൻ T20 ലോകകപ്പ്, ദെൻ കറണ്ട് അഫേഴ്സിലെ പാർട്ട് 20 മുതൽ 21, 22, 23 ഈ 3 PDF നോട്ടും ഇന്ന് പഠിച്ചു മാറ്റേണ്ടതാണ്. ഇന്നത്തെ 9 മണിക്കത്തെ എക്സാമിൽ അതിന്റെ ചോദ്യങ്ങൾ കാണും. അത് റിവൈസ് ചെയ്യണം. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തു പോകണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞല്ലോ, ഈ പറയുന്ന വർക്കൗട്ട് ബാച്ചിൽ ഇനിയും പറയുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിൽ 9072728242 നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. വീണ്ടും ആവർത്തിക്കുന്നു, വാട്സപ്പ് ജസ്റ്റ് ഒരു ഹായ് അല്ല അയക്കേണ്ടത്. നിങ്ങൾ ഏത് വർക്കൗട്ട് ബാച്ചിലാണ്. അപ്പം അസെന്റ് സെയിൽസ്മാൻ ആണെങ്കിൽ
അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് മെൻഷൻ ചെയ്യണം. നിങ്ങളുടെ പേര് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ അത് മെൻഷൻ ചെയ്യണം. അതല്ല CPO സിവിൽ എക്സൈസ് ഓഫീസർ. അപ്പോൾ ഏത് മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ തയ്യാറെടുക്കുന്നത് ആ മത്സര പരീക്ഷ ദെൻ നിങ്ങളുടെ പേര് കൂടി എന്ത് ചെയ്യണം, ഒന്ന് മെൻഷൻ ചെയ്യണം. ധാരാളം കുട്ടികൾ വെറുതെ വർക്കൗട്ട് ബാച്ച് എന്ന് മാത്രമേ മെൻഷൻ ചെയ്യാറുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പറയുകയാണ്, വർക്കൗട്ട് ബാച്ച് ഏകദേശം 9ഓളം വർക്കൗട്ട് ബാച്ച് നിലവിലുണ്ട്. ആ നിലവിൽ ഈ പറയുന്ന 9 വർക്കൗട്ട് ബാച്ചും 9 കണ്ടന്റാ, 9 തരത്തിലുള്ള കണ്ടന്റും ക്ലാസ് നോട്ടുമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ റിവൈസ് ചെയ്യുക. വീണ്ടും ആവർത്തിക്കുന്നു, ആരെയും നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്തേക്കുക. ഓക്കെ, ദെൻ ഇനി നമുക്ക് വേണ്ടത് ഈ 3 പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മിഷണറികളെ പറ്റി ഒന്ന് ഓർത്തു വെക്കണേ. ഒന്നാമത്തെ വസ്തുത, LMS എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ മിഷണറി തിരുവിതാംകൂർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിയ. CMS കൊച്ചിയും തിരുവിതാംകൂറും. അതിൽ കൊച്ചി അങ്ങ് ടിക്ക് ചെയ്തേക്കണം. CMSന്റെ പ്രവർത്തന മേഖല കൊച്ചിയുമുണ്ട് തിരുവിതാംകൂറും ഉണ്ട്. പക്ഷേ PSC വാല്യൂ ചെയ്യുന്നത് കൊച്ചിയാണ്. BMന്റെ പ്രത്യേകത എന്താ? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ടെക്സ്റ്റ് കണ്ടന്റ് ആണ്. കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ലണ്ടൻ മിഷണറി സംഘത്തിലെ പ്രധാനിയുടെ പേരാണ് റവറൻഡ് മീഡ്. ഒന്ന് ഓർത്തു വെക്കണം, കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ലണ്ടൻ മിഷണറി സംഘത്തിലെ പ്രധാനിയുടെ പേരെന്താണ്? അത് റവറൻഡ് മീഡാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി 1818 എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്ര വസ്തുതയാണ് മട്ടാഞ്ചേരി. 1818 മട്ടാഞ്ചേരിയിൽ ഒരു വിദ്യാലയം സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേര് അത് ഡൗസൺ എന്നാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. പറഞ്ഞല്ലോ, നിങ്ങൾ വായിക്കുന്ന ഈ പറയുന്ന മുഴുവൻ മെറ്റീരിയൽസും നിങ്ങൾ വായിക്കുന്ന ഏത് ടെക്സ്റ്റിലും കാണും. SCRT കണ്ടന്റിൽ കാണാം, NCRT കണ്ടന്റ് കാണാം, അല്ലെങ്കിൽ റാങ്ക് ഫയൽ കാണാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് മെറ്റീരിയൽസിലും കാണാം. ഇതെല്ലാം ആ മെറ്റീരിയൽസിലുണ്ട്. നമ്മൾ ഇത് ക്രോഡീകരിച്ച് ഈ ടെക്സ്റ്റ് കേരള ചരിത്രം, ശ്രീധര മേനോൻ സാറിന്റെ കേരള ചരിത്രം ടെക്സ്റ്റ് ക്രോഡീകരിച്ചാണ് ഈ കണ്ടന്റ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പുറത്ത് ഒരു ചോദ്യമില്ല. കാരണം കേരള PSCയുടെ മത്സര പരീക്ഷയുടെ ക്വസ്റ്റ്യനും ഉത്തരവും എല്ലാം സോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചലഞ്ച് ചെയ്യണമെങ്കിൽ പോലും ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ റെഫർ ചെയ്യുന്നത് ഈ പറയുന്ന ടെക്സ്റ്റ് ആണ്. ആ ടെക്സ്റ്റ് കണ്ടന്റ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം റിലേറ്റഡ് ഫാക്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് വരുന്നു. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി. നമുക്കറിയാം ഇപ്പോഴത്തെ ന്യൂജൻ ചോദ്യങ്ങളെല്ലാം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നല്ലേ ചോദിക്കുന്നത്. അപ്പൊ താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കിയേ, ദേവസ്വം ക്ഷേത്രഭൂമി. ഓപ്ഷൻ ബി ബ്രഹ്മസ്വം ബ്രാഹ്മണ ഭൂമി. ഓപ്ഷൻ സി വിരുത്തി നാടുവാഴിയുടെ ഭൂമി. ഓപ്ഷൻ ഡി പണ്ടാരവക രാജാവിന്റെ ഭൂമി. 4 ഓപ്ഷൻ കൊടുത്തേപ്പുണ്ട്. ഇതിൽ ഓരോന്നും ക്രോഡീകരിക്കുമ്പം തെറ്റായി വരുന്ന തെറ്റായ ജോഡി എന്ന് പറയുന്നത് വിരുത്തി എന്ന് പറയുന്ന വാക്ക് മാത്രമേ ഉള്ളൂ തെറ്റ്. ബാക്കിയുള്ള എല്ലാം ശരിയാണ്. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. പ്രാചീന കേരളത്തിൽ അല്ലെങ്കിൽ പ്രാചീന തിരുവിതാംകൂറിൽ, പ്രാചീന കൊച്ചിയിൽ, പ്രാചീന മലബാറിൽ ഏത് പ്രദേശം നിങ്ങൾ എടുത്തോ, കേരളത്തിലെ പഴയകാല കേരളത്തിൽ ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ ആരാധനാലയ കേന്ദ്രങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയെ അറിയപ്പെടുന്ന പേരാണ് ദേവസ്വം. ഇനി അവിടെ ഒരു SCRT അധ്യാപക സഹായി കണ്ടന്റ് ഉണ്ട്. എന്തോന്നറിയോ? ചങ്ങാതം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ചങ്ങാതം മത്സര പരീക്ഷയിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ്. ചങ്ങാതം. എന്തോ ഈ ചങ്ങാതം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. പ്രാചീന കേരളത്തിലെ ക്ഷേത്രഭൂമികളുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രഭൂമികളും ക്ഷേത്രങ്ങളുടെ വസ്തുതകളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ്മയുടെ പേര്, സംരക്ഷണ സേനയുടെ പേരാണ് ചങ്ങാതം. ഈ ചങ്ങാതം എന്നറിയപ്പെടുന്ന സംരക്ഷണ സേനയ്ക്ക് നൽകുന്ന പ്രതിഫലത്തിന്റെ പേരാണ് കാവൽ പണം. ഒന്ന് നോട്ട് ചെയ്തേക്കണം. പറഞ്ഞല്ലോ, SCRT കണ്ടന്റ് മാത്രമല്ല നമ്മൾ കണ്ടന്റ് ഡിസ്കസ് ചെയ്തിരുന്നത്, അധ്യാപക സഹായിലുള്ള കണ്ടന്റ് കൂടി പറഞ്ഞു തരുവാണ്. അപ്പൊ ദേവസ്വം എന്ന് പറഞ്ഞ ക്ഷേത്രഭൂമിയാണ്. ആരാധനാലയ കേന്ദ്രങ്ങളുടെ ഭൂമിയെ അറിയപ്പെടുന്ന പേര് എന്താണ്? അത് ദേവസ്വം എന്നാണ്. ആ ദേവസ്വം അതായത് ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ ആരാധനാലയ കേന്ദ്രങ്ങളുടെ ഉടമസ്ഥതയിലുള്ള, അത് ഏത് ആരാധനാലയ കേന്ദ്രമായിക്കോട്ടെ, അത് മുസ്ലിം പള്ളി ആയിക്കോട്ടെ, ക്രിസ്ത്യൻ പള്ളി ആയിക്കോട്ടെ, അമ്പലം ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ആരാധനാലയ കേന്ദ്രങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി അറിയപ്പെടുന്ന പേര് ദേവസ്വം. ആ ദേവസ്വ ഭൂമിയെ സംരക്ഷിക്കുന്ന സേന അറിയപ്പെടുന്ന പേര് ചങ്ങാതം. ചങ്ങാടമല്ല, ചങ്ങാതം എന്നാണ്. ഈ ചങ്ങാതത്തിന് നൽകുന്ന പ്രതിഫലത്തിന്റെ പേരാണ് കാവൽപ്പണം. ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ ബ്രഹ്മസ്വമാണ്. ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ പഴയകാല കേരളത്തിലെ ബ്രാഹ്മണർക്ക് ദാനമായി കിട്ടിയ ഭൂമി അറിയപ്പെടുന്ന പേര് ബ്രഹ്മസ്വം എന്നാണ്. അത് നമ്മുടെ മനസ്സിൽ കിട്ടും. ക്ഷേത്രഭൂമി ദേവന്റെ ഭൂമിയാണ് ദേവസ്വം. അങ്ങനെങ്കിലും ഓർക്കാലോ. ബ്രാഹ്മണ ഭൂമി എന്താണ്? ബ്രഹ്മസ്വം. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ വിരുത്തി എന്ന് പറഞ്ഞാൽ കഴക ഭൂമിയെ അറിയപ്പെടുന്ന പേരാണ്
വിരുത്തി. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, എന്തോ ഈ കഴകം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഏത് ആരാധനാലയ കേന്ദ്രം എടുത്താലും അത് മുസ്ലിം പള്ളി ആയിക്കോട്ടെ, ക്രിസ്ത്യൻ പള്ളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമ്പലം എടുത്തോട്ടെ, എന്ത് തന്നെ എടുത്തോട്ടെ, ഒരു ആരാധനാലയ കേന്ദ്രം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ജീവനക്കാരെ അറിയപ്പെടുന്ന പേരാണ് കഴകം എന്ന് പറയുന്നത്. ഈ കഴകക്കാർക്ക് പതിച്ച് നൽകിയ ഭൂമി അറിയപ്പെടുന്ന പേരാണ് വിരുത്തി. കഴിഞ്ഞ മത്സര പരീക്ഷയ്ക്ക് കേരള PSC ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്ര കഴകക്കാർക്ക് പതിച്ചു നൽകിയ ഭൂമിയെ അറിയപ്പെടുന്ന പേരെന്താണ്? ഉത്തരം കഴക ഭൂമി, വിരുത്തിയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി പണ്ടാരവക ഭൂമി എന്ന് പറഞ്ഞൊരു ഭൂമിയുണ്ട്. പണ്ടാരവക ഭൂമിയുടെ മറ്റൊരു പേരാണ് ചേരിക്കൽ. ഒന്ന് ഓർത്തു വെക്കണേ. പണ്ടാരവക ഭൂമി അല്ലെങ്കിൽ ചേരിക്കൽ നോട്ട് ചെയ്തേക്കണം. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഏരിയ ആണ് പണ്ടാരവക ഭൂമി അല്ലെങ്കിൽ ചേരിക്കൽ എന്ന് വെച്ചാൽ രാജാവിന്റെ അല്ലെങ്കിൽ നാടുവാഴിയുടെ ഭൂമിയെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ചേരിക്കൽ അല്ലെങ്കിൽ പണ്ടാരവക ഭൂമി. ഈ 4 വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ഷേത്രഭൂമി ദേവസ്വം, ബ്രാഹ്മണഭൂമി ബ്രഹ്മസ്വം, കഴകഭൂമി വിരുത്തി, ദെൻ രാജാവിന്റെ അല്ലെങ്കിൽ നാടുവാഴിയുടെ ഭൂമി അറിയപ്പെടുന്ന പേര് പണ്ടാരവക, അതുമല്ലെങ്കിൽ ചേരിക്കൽ. ഓക്കെ ആണല്ലോ? അപ്പൊ ഉത്തരം ഓപ്ഷൻ സി ആണ് തെറ്റായ ജോഡി. വിരുത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കഴകഭൂമിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ചേരിക്കലിന്റെ മറ്റൊരു പേരാണെന്ത്? പണ്ടാരവക ഭൂമി എന്ന് പറയുന്നത് രാജാവിന്റെ അല്ലെങ്കിൽ നാടുവാഴിയുടെ ഭൂമിയാണ്. ഇനി അവിടെ ലോജിക്ക് മാത്രം ഓർക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വിളംബരമാണ് 1865 പണ്ടാരപ്പാട്ട വിളംബരം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലോജിക്ക. 1865 ഈ പറയുന്ന പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറഞ്ഞാൽ ആരുടെ ഭൂമി? സർക്കാരിന്റെ ഭൂമി എന്ന് വെച്ചാൽ രാജാവിന്റെ ഭൂമി. 1865 ആയില്യം തിരുനാൾ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആർക്ക് വിട്ടുകൊടുക്കുക? കർഷകർക്ക് വിട്ടുകൊടുക്കുക. ഇതിനു വേണ്ടി കൃഷി ചെയ്യാനും ഉടമസ്ഥാവകാശത്തിനും വേണ്ടി. അതുകൊണ്ടാണ് തിരുവിതാംകൂറിലെ കർഷക മാഗ്നാ കാർട്ട എന്ന് എന്തിനെ അറിയപ്പെടുന്നത്? പണ്ടാരപ്പാട്ട വിളംബരത്തെ അറിയപ്പെടുന്നത്. അപ്പൊ പണ്ടാരവക ഭൂമി എന്ന് പറഞ്ഞാൽ രാജാവിന്റെ അല്ലെങ്കിൽ നാടുവാഴിയുടെ ഭൂമിയാണ്. ഇപ്പൊ നോക്കൂ, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഇപ്പൊ തിരുവിതാംകൂർ രാജാവിന്റെ ഭൂമിയാണ് ഇപ്പൊ കേരള ഗവൺമെന്റിന്റെ ഭൂമി എന്ന് പറയുന്നത്. കൊച്ചി രാജാവിന്റെ ഭൂമിയാണ് കേരള ഗവൺമെന്റിന്റെ ഭൂമി എന്ന് വെച്ചാൽ പഴയകാല രാജാക്കന്മാരുടെ ഭൂമിയാണ്. പിന്നീട് എന്ത്? ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുപ്പ് വന്ന് പുതിയ മന്ത്രിസഭയും മുഖ്യമന്ത്രിയൊക്കെ ആയപ്പം അത് എന്തിലേക്ക് മാറി? ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ആവുന്നത്. റവന്യൂ സംവിധാനം ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് 1865 പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാളാണ് പ്രഖ്യാപിക്കുന്നത്. തിരുവിതാംകൂറിലെ കർഷക മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന ചരിത്ര സംഭവം ഏതാണ്? അത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ. അതിന്റെ വർഷം ചോദിക്കും. ആ ചരിത്ര സംഭവങ്ങൾ പ്രഖ്യാപിച്ചത് ആര് എന്ന് ചോദിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് എങ്ങനെ ട്രിക്കോടുകൂടി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ, ഇങ്ങനെ പ്രധാനപ്പെട്ട വർഷങ്ങൾ, അതിന്റെ പ്രധാനപ്പെട്ട വ്യക്തിത്വം എങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രിക്സ് നിങ്ങളെ ഒന്ന് പഠിപ്പിക്കുകയാണ്. ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ പേനയും പേപ്പറും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിലേക്ക് ഞാൻ ഈ പറയുന്ന വസ്തുത 3 കോളമായിട്ട് അങ്ങ് എഴുതി ചേർത്തേക്കണം. ഒന്ന് വിളംബരം അല്ലെങ്കിൽ ചരിത്ര സംഭവം, രണ്ടാമത്തെ കോളം വർഷം, മൂന്നാമത്തത് പ്രധാനപ്പെട്ട വ്യക്തിത്വം. ഇങ്ങനെ 3 കോളം സോർട്ട് ചെയ്തൊന്ന് എഴുതണം. ചരിത്ര സംഭവം ഒന്നാമത്തെ കോളം, രണ്ടാമത്തെ കോളം വർഷം, മൂന്നാമത്തെ കോളം പ്രധാനപ്പെട്ട വ്യക്തിത്വം. ഒന്ന് കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരത്തിന്റെ വർഷം 1809 കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ച വർഷം എന്ന 1809 പ്രഖ്യാപിച്ച ഭരണാധികാരി വേലുത്തമ്പി ദളവ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കുണ്ടറ വിളംബരം നമുക്കറിയാം 1809 ജാനുവരി 11 അല്ലെങ്കിൽ ജനുവരി 11 984 മകരം 1 ചരിത്ര സംഭവം എന്നൊക്കെ നിങ്ങൾ പഠിക്കും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തോളാം. അതിന്റെ PDF നോട്ടും തന്നോളാം. ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടത് കുണ്ടറ വിളംബരത്തിന്റെ വർഷം എന്ന 1809 ആരാ പ്രഖ്യാപിച്ച? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയെ പഠിക്കുമ്പം 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിക്കണം. ഒന്ന്, നാട്ടുകൂട്ടം ഇളക്കം. ഒന്ന് നോട്ട് ചെയ്തോ. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ നേതാവ് വേലുത്തമ്പി ദളവയാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി ആരംഭിച്ചത് വേലുത്തമ്പി ദളവയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി ആരംഭിച്ചത് വേലുത്തമ്പി ദളവയാണ്. വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ, മറക്കല്ലേ, വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യനാക്കിയ ഭരണാധികാരിയും ആര് തന്നെ? ഈ പറയുന്ന വേലുത്തമ്പി ദളവയാണ്. ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടി, ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ്, ആലങ്ങാട് ഈ 3 സ്ഥലങ്ങളിലും ആഴ്ചച്ചന്ത, അടിമച്ചന്തയല്ല, ആഴ്ചച്ചന്ത സ്ഥാപിച്ചത് ആരാണ്? അത് വേലുത്തമ്പി ദളവയാണ്. നാട്ടുകൂട്ടം ഇളക്കം ഏറ്റവും ലേറ്റസ്റ്റ് 2024 മത്സര പരീക്ഷാ ചോദ്യമാണ്. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ നേതാവ് വേലുത്തമ്പി ദളവ. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ചാന്നാർ വിളംബരത്തിന്റെ വർഷം 1859.
ചാന്നാർ വിളംബരം പ്രഖ്യാപിച്ച ഭരണാധികാരി ഉത്തരം തിരുനാള. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചരിത്ര വസ്തുത. തെക്കൻ തിരുവിതാംകൂറിൽ തുടങ്ങിയതാണ് ചാന്നാർ കലാപം, അതുമല്ലെങ്കിൽ മാറുമറയ്ക്കൽ കലാപം, അതുമല്ലെങ്കിൽ മേൽമുണ്ട് കലാപം, അതുമല്ലെങ്കിൽ ശീലവഴക്ക്. 4 വാക്കുകളെ അറിയപ്പെടുന്നത്. അതെന്തൊക്കെയാണെന്ന് ഇപ്പൊ പറയാം. നമുക്ക് വേണ്ടത് ആദ്യം ഒരു പാക്കേജ് അങ്ങ് പഠിക്ക്. ചാന്നാർ വിളംബരത്തിന്റെ വർഷം 1859. പ്രഖ്യാപിച്ച ഭരണാധികാരി ആരാണ്? അത് ഉത്തരം തിരുനാളാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പണ്ടാരപ്പാട്ട വിളംബരം. ഈ പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ വർഷം 1865 പണ്ടാരപ്പാട്ട വിളംബരം. പ്രഖ്യാപിച്ച ഭരണാധികാരിയുടെ പേര് ആയില്യം തിരുനാളെന്ന. പണ്ടാര ആയില്യം എന്ന് പഠിക്കാമല്ലോ. പണ്ടാര ആയില്യം. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ടത്. കൊല്ലം ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ഈ ആയില്യം നാളിൽ ജനിക്കുന്നവരെ ഒരു നെഗറ്റീവായിട്ടാണ് കരുതുന്നത്. ഇപ്പൊ ഞാൻ ആയില്യം നാളിൽ ജനിച്ച വ്യക്തിയാണെങ്കിൽ എന്നെ ഈ പറയുന്ന എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള അയൽക്കാരെല്ലാം കാണുന്നത് ഒരു പണ്ടാരമാ. അവൻ ഈ രാവിലെ എണീറ്റ് രഞ്ജിത്ത് എന്ന് പറഞ്ഞ് ഞാൻ ആയില്യം നാളിൽ ജനിച്ച ആള് കിഴക്കോട്ടേക്കോ പടിഞ്ഞാറ്റയിലേക്കോ കിഴക്കേലേക്കോ വടിക്കേലേക്കോ ഒക്കെ നോക്കിയാൽ ഈ നോക്കുന്ന വീടുകളെല്ലാം എന്താവും? ഇല്ലാണ്ടാവും. ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണം പിടിക്കാതെ പോകും, അല്ലെങ്കിൽ അവർക്ക് എന്താണ്? ഉയർച്ച കാണില്ല എന്ന് പറഞ്ഞു ഒരു കീഴ്വഴക്കമല്ല, ഒരു അന്ധവിശ്വാസമുണ്ട്. അത് നമ്മൾ ഇവിടെ ഒരു മാർക്കായിട്ട് എടുക്കുന്നു. പണ്ടാര ആയില്യം. ഹാളിൽ കയറുമ്പോൾ തിരിഞ്ഞു പോലെ പണ്ടാര ആയില്യം. ഇപ്പൊ പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ വർഷം എത്രയാ? 1865. തിരുവിതാംകൂറിലെ കർഷക മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന ചരിത്ര സംഭവമാണേത്? പണ്ടാരപ്പാട്ട വിളംബരം. വർഷം 1865. പ്രഖ്യാപിച്ച ഭരണാധികാരി ആയില്യം തിരുനാൾ. ഏത് വർഷമാണെന്ന് ഓർത്തു വെക്കണേ? 1865. അടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യം. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശനം പ്രഖ്യാപിച്ച വർഷം 1936 നവംബർ 12. ഡേറ്റ് മസ്റ്റായിട്ട് ഓർക്കണം. PDF കൊടുത്തേക്കാം. 1936 നവംബർ 12. പ്രഖ്യാപിച്ച ഭരണാധികാരിയുടെ പേര് ശ്രീ ചിത്തിര തിരുനാളാണ്. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശനത്തിന് ധാരാളം പ്രത്യേകതയുണ്ട്. ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന് ഒരു പിതാവുണ്ട്, TK മാധവൻ. A to Z കാര്യങ്ങൾ നമ്മൾ എടുത്തോളാം. ഇപ്പം നിങ്ങൾ ഈ ഒരു പാക്കേജ് പഠിക്കുക, അതിന്റെ റിലേറ്റഡ് ഫാക്ട് ഒന്ന് ഓർത്തു വെക്കണം. ഇപ്പൊ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം 1936 പ്രഖ്യാപിച്ച ഭരണാധികാരി ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. അടുത്തത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്നറിയപ്പെടുന്ന ഒരു സംവിധാനമുണ്ടല്ലോ. 1941 ജനുവരി 26 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപിച്ച ഭരണാധികാരി അല്ലെങ്കിൽ വ്യക്തി, ഭരണാധികാരി എന്ന് പറയുന്നില്ല, വ്യക്തിത്വം VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. അപ്പൊ 1941 ജനുവരി 26 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം പ്രഖ്യാപിച്ച ഭരണാധികാരി ആരാണ്? അത് VR അല്ലെങ്കിൽ പ്രഖ്യാപിച്ച വ്യക്തിയുടെ പേര് VR കൃഷ്ണൻ എഴുത്തച്ഛൻ. അപ്പൊ 5 പ്രധാനപ്പെട്ട ടേമുകൾ നമ്മൾ പറഞ്ഞു. കുണ്ട്ര വിളംബരം വളരെ പ്രധാനപ്പെട്ടതാ. ഇനി ഇതിന്റെ NCERT കണ്ടന്റ് വരും ക്ലാസ്സിൽ എടുത്തോളാം. കുണ്ട്ര വിളംബരമുണ്ട്, ചാന്നാർ വിളംബരമുണ്ട്, പണ്ടാരപ്പാട്ട വിളംബരമുണ്ട്, തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരമുണ്ട്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ഇത് മാത്രം തീർന്നില്ല. ഇനി A to Z കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ കണ്ടന്റ് പഠിക്കാനുണ്ട്. അതൊന്ന് റിവൈസ് ചെയ്ത് വെച്ചേക്കണം. ഇനി ഏറ്റവും കൂടുതൽ തവണ, അത് ഡിഗ്രി പരീക്ഷ ആയിക്കോട്ടെ, 12th ലെവൽ ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, എല്ലാ മത്സര പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ചാന്നാർ വിളംബരം, അതുമല്ലെങ്കിൽ ശീലവഴക്ക്, അതുമല്ലെങ്കിൽ മേൽമുണ്ട് വിളംബരം, അതുമല്ലെങ്കിൽ മാറുമറയ്ക്കൽ വിളംബരം. ചാന്നാർ വിളംബരം അല്ലെങ്കിൽ ശീലവഴക്ക്, അതുമല്ലെങ്കിൽ മേൽമുണ്ട്, അതുമല്ലെങ്കിൽ മാറുമറയ്ക്കൽ. ഒന്നാമത്തെ വസ്തുത, 1812 തെക്കൻ തിരുവിതാംകൂറിലാണ് ഈ പറഞ്ഞ ചാന്നാർ കലാപം അല്ലെങ്കിൽ ചാന്നാർ കലാപം തുടങ്ങുന്നത്. തെക്കൻ തിരുവിതാംകൂറിൽ വർഷം 1812. ഇപ്പൊ ഞാൻ ചാന്നാർ സ്ത്രീയാണ്, ഞാൻ ചാന്നാർ സ്ത്രീയായ എനിക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അധികാരമില്ല. അപ്പൊ 1812 ഞാൻ ഉൾപ്പെടെയുള്ള ചാന്നാർ സ്ത്രീകളെല്ലാം കൂടെ ഈ ചാന്നാർ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ശീല ധരിക്കുന്നതിന്, മേൽമുണ്ട് ധരിക്കുന്നതിന്, മാറുമറയ്ക്കുന്നതിന് അവകാശം നേടിയെടുക്കാൻ വേണ്ടി സമരം തുടങ്ങും. 1812. 1813 ഒരു കണ്ടീഷൻ വരും, ഒരു നിയമം കൊണ്ടുവരും. അന്നത്തെ ഭരണാധികാരിയായ കേണൽ മൺട്രോ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ദിവാൻ ഒരു നിയമം കൊണ്ടുവരും. നിയമം എങ്ങനെയാണ്? ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അധികാരം കൊടുക്കുന്ന നിയമം കൊണ്ടുവന്നത് കേണൽ മൺട്രോ. ഏത് വർഷമാണ്? 1812-13. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, 1812-13 ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത്, ഇപ്പൊ ഞാൻ ചാന്നാർ സ്ത്രീയാണ്, രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഞാൻ ചാന്നാർ സ്ത്രീയാണ്, ഞാൻ കൺവേർട്ട് ചെയ്ത് ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ആയാൽ എനിക്ക് എന്ത് ധരിക്കാം? മേൽമുണ്ട് ധരിക്കാം. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് കേണൽ മൺട്രോയാണ്. അപ്പൊ അങ്ങനെ ഒരു നിയമം വരുമ്പം കേണൽ മൺട്രോന്റെ ഉദ്ദേശം എന്താണ്? മതപരിവർത്തനം. അപ്പൊ മുഴുവൻ ചാന്നാർ
ശാസ്ത്രി എങ്ങോട്ട് കൺവേർട്ട് ആവും, ഈ പറയുന്ന ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ആകും എന്നൊരു തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരും. അതിനെതിരെ പ്രതിഷേധം ഉണ്ടാവും. അങ്ങനെ പ്രതിഷേധം അതിന്റെ എക്സ്ട്രീം ലെവൽ എത്തുന്നത് 1822 ഒന്നാം ചാന്നാർ സമരത്തിലൂടെയാണ്. അപ്പൊ 1822 ഒന്നാം ചാന്നാർ സമരം. ഈ ഒന്നാം ചാന്നാർ സമരത്തിന്റെ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്നത് അത് വൈകുണ്ഠ സ്വാമികളാണ്. കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായ വൈകുണ്ഠ സ്വാമികളാണ് ചാന്നാർ കലാപത്തിന്റെ ആത്മീയ നേതാവ്, സ്പിരിച്വൽ ലീഡർ എന്നാ പറയുന്നത്. സ്പിരിച്വൽ ലീഡർ ഓഫ് ചാന്നാർ അജിറ്റേഷൻ അല്ലെങ്കിൽ ചാന്നാർ കലാപത്തിന്റെ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ഇനി ഈ പറയുന്ന 1822 ഒന്നാം ചാന്നാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ 1859 ജൂലൈ 26 1859 ജൂലൈ 26 ചാന്നാർ വിളംബരം പ്രഖ്യാപിക്കും. ഈ ചാന്നാർ വിളംബരം പ്രഖ്യാപിച്ചത് ഹാരിസൺ പ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം. ആരാ പ്രഖ്യാപിച്ചതെന്നാണ് നമ്മൾ പറഞ്ഞത്? ഉത്രം തിരുനാൾ എന്നറിയപ്പെടുന്ന ഭരണാധികാരി. വർഷം 1859 ജൂലൈ 26. തിരുവിതാംകൂറിലെ, അത് എൻ്റെയർ തിരുവിതാംകൂർ എന്ന് തെക്കനെന്നോ വടക്കെന്നോ കിഴക്കെന്നോ പടിഞ്ഞാറെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ തിരുവിതാംകൂർ മേഖലയിലെയും ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് അല്ലെങ്കിൽ മേൽമുണ്ട് ധരിക്കാനുള്ള അധികാരം കൊടുക്കുന്ന വിളംബരമാണ് ചാന്നാർ വിളംബരം. ആരുടെ നിർദ്ദേശപ്രകാരം? അന്ന് മദ്രാസ് ഗവർണറായ ഹാരിസൺ പ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം ആര് പ്രഖ്യാപിക്കുന്നു? ഉത്തരം തിരുനാൾ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി പ്രഖ്യാപിക്കുന്നു. കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക കലാപം ഏതെന്ന് ചോദിച്ചാൽ അത് ചാന്നാർ കലാപമാണ്. അപ്പൊ കേരളത്തിൽ ആദ്യ സാമൂഹിക പരിഷ്കർത്താവാരാ? അത് വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ചൊരു സംഘടനയുണ്ടല്ലോ, സമത്വ സമാജം. കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം. അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്കാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കിയേ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല മലബാർ ആണ്. ആൻസർ അങ്ങ് പറഞ്ഞു പോവാണേ. ആൻസർ ശരിയാ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല മലബാർ ആണ്. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും അധികം ശക്തി പ്രാപിച്ചത് മലബാർ ആണ്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഒന്ന് ഓർത്തു വെക്കണേ. അടുത്തത്, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയാക്കിയ ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ആരൊക്കെ തമ്മിൽ? ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ഏർപ്പെട്ട ഈ പറയുന്ന ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം മലബാർ ആർക്ക് ലഭിക്കുന്നു? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നു. അതൊന്ന് ഓർത്തു വെക്കണം. ആ പ്രസ്താവനയും ശരിയാണ്. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ, മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിന്റെ തോൽവിയെ തുടർന്ന് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ശരിയാണ്. മൈസൂർ യുദ്ധത്തിൽ ടിപ്പു എന്ത് ചെയ്യും? പരാജയപ്പെടും. ആ പരാജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മലബാർ ആരുടെ ഭരണത്തിൽ കീഴിലാകുന്നത്? ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാകുന്നത്. ദെൻ ഓപ്ഷൻ ഡി, മലബാർ മദ്രാസ് സർക്കാരിന് കീഴിലായ വർഷം 1800. ശരിയാണ്. അപ്പൊ മദ്രാസ് സർക്കാരുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പം മദ്രാസ് നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ് ഡേ ആണ്. പുതുച്ചേരി നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിൻ അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർട്ടിൻ ആണ്. അപ്പൊ മലബാർ മദ്രാസ് സർക്കാരിന്റെ കീഴിലായ വർഷം എത്രയാണ്? 1800 ആ സ്റ്റേറ്റ്മെന്റ് ശരിയാ. അപ്പൊ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. എ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ബി സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സി സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഡി സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ വർഷം 1792 അല്ലയോ? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ വർഷം എന്നാ അത് 1792. അപ്പൊ 1792 പഠിക്കുമ്പം 1800 കൂടെ ഒന്ന് ഓർത്തു വെക്കണേ. മലബാർ എന്ത് ചെയ്യുന്നു? മദ്രാസ് സർക്കാരിന് കീഴിലായ വർഷം 1800 ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ വർഷം 1792. വർഷം പഠിക്കാൻ ചെയ്യേണ്ടത് ആവർത്തിച്ച് റിവൈസ് ചെയ്യുക. നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾ അറിയിക്കേണ്ട. നിങ്ങൾക്ക് ഈ നിമിഷം വരെ മത്സര പരീക്ഷയിൽ ശോഭിക്കാൻ പറ്റാത്തത് നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടല്ല, നിങ്ങൾ ടെക്സ്റ്റ് വായിക്കാത്തതുകൊണ്ടല്ല, നിങ്ങൾ എക്സാം ചെയ്യാത്തതുകൊണ്ടല്ല. നിങ്ങൾ മത്സര പരീക്ഷയുടെ തലേ ദിവസം, ഇപ്പൊ നാളെ മത്സര പരീക്ഷയാണെങ്കിൽ തലേ ദിവസം വരെ പുതിയത് പഠിച്ചുകൊണ്ടേയിരിക്കും. പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏത് മത്സര പരീക്ഷയുടെയും പ്രാധാന്യം. അത് തന്നെയാണ് നമ്മൾ വർക്കൗട്ട് ബാച്ചിലൂടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ വർഷം 1792. ഇനി കാർട്ടസ് എന്നറിയപ്പെടുന്ന ഒരു വ്യവസ്ഥയെ പറ്റി ഈ പറഞ്ഞ കേരള ചരിത്രം എന്നറിയപ്പെടുന്ന ശ്രീധരമേനോൻ സാറിന്റെ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. കാർട്ടസ് ഇത് മുൻകാല വർഷ ചോദ്യം കൂടിയാണ്. കാർട്ടസ് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായിട്ട് മറുകപ്പലുകൾ, മറ്റ് രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസിന്റെ പേരാണ് കാർട്ടസ്. പ്രീവിയസ് ചോദ്യം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ
പാശ്ചാത്യ രാജ്യം ഏതാണ്? ഇന്ത്യൻ സമുദ്രാധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം അത് പോർച്ചുഗീസുകാരാണ്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. നമ്മൾ പഠിക്കുമല്ലോ, അതൊന്ന് ഓർത്തു വെക്കുക. യൂറോപ്യന്മാരുടെ വരവെന്നറിയപ്പെടുന്ന ഏരിയ പഠിക്കുമ്പോൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ട കണ്ടന്റ് ആണ് കാർട്ടസ് വ്യവസ്ഥ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇപ്പൊ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരാണ് ഇത് കൊണ്ടുവരുന്നത്. പോർച്ചുഗലിലാണ് ഈ കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഓക്കെ, അടുത്തത് വല്ലിപ്പണി എന്ന അടിമ സമ്പ്രദായം വയനാട്, ഇടുക്കി ജില്ലകളിൽ ഉണ്ടായിരുന്നതാണ്. ശരിയാണ്. 1961കളിൽ ഈ വല്ലിപ്പണി എന്നറിയപ്പെടുന്ന അടിമ സമ്പ്രദായത്തിനെതിരെ AK ഗോപാലൻ ഇടുക്കി ജില്ല കേന്ദ്രീകരിച്ച് ഒരു സമരം നടത്തി. ആ സമരത്തിന്റെ പേരാണ് അമരാവതി സത്യാഗ്രഹം. അമരാവതി INC സമ്മേളനത്തെ പറ്റി നമ്മൾ പഠിക്കും, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് അമരാവതി സത്യാഗ്രഹം 1961 AK ഗോപാൽ ഏത് ജില്ലയിൽ നടത്തിയതാ? ഇടുക്കി ജില്ലയിൽ നടത്തിയതാ. അപ്പൊ നിങ്ങളൊരു വാക്കുണ്ട്, വല്ലിപ്പണി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഈ പറയുന്ന 4 വാക്കൊന്ന് ഓർത്തു വെക്കണം. 1 കോർവി, 2 വിഷ്ടി, 3 ഊഴിയം വേല, 4 വല്ലിപ്പണി. ഒന്ന് ബുക്കിലോട്ടൊന്ന് നോട്ട് ചെയ്തോ. കോർവി, വിഷ്ടി, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഊഴിയം വേല, വല്ലിപ്പണി. എന്താണെന്ന് പറഞ്ഞുതരാം. പ്രതിഫലമില്ലാതെ നിർബന്ധമായി ചെയ്യിപ്പിക്കുന്ന ജോലി സമ്പ്രദായത്തിന് യൂറോപ്പിൽ അറിയപ്പെടുന്ന പേരാണ് കോർവി. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഈ വീഡിയോ ക്ലാസ് കാണുന്ന നിങ്ങളിൽ ഒരാള് രാജാവാണ്, ഞാൻ രാജ്ഞിയാണെന്നിരിക്കട്ടെ. നമ്മൾ ഈ പറയുന്ന രാജാവ് രാജ്ഞിയും കൂടെ ഈ ഒരു രാജ്യത്ത് ഒരു ചരിത്ര നിർമ്മിതി ഉണ്ടാക്കുക. ലോകത്ത് ആരും കാണാത്ത ഒരു ചരിത്ര നിർമ്മിതി അല്ലെങ്കിൽ ഏറ്റവും സൗന്ദര്യ സങ്കല്പമാവുന്ന ഏതെങ്കിലും സൗധം ഉണ്ടാക്കുകയാണെന്നിരിക്കട്ടെ, ഒരു മാളികയോ അല്ലെങ്കിൽ നിർമ്മിതിയോ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നിരിക്കട്ടെ. ഈ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന്റെ സിംഹഭാഗവും, അതായത് ലാൻഡ് ഷെയറും നമ്മുടെ ഖജനാവിൽ നിന്നല്ലേ പോകേണ്ടത്. ഖജനാവിൽ നിന്നായിരിക്കും എക്സ്പെൻസ് ആവുന്നത്. അതുണ്ടാവരുത്. അതുണ്ടായി കഴിഞ്ഞാൽ ഖജനാവ് കാലിയാവും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിർബന്ധമായിട്ട് ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. എന്ത് കൊടുക്കത്തില്ല? കൂലി കൊടുക്കത്തില്ല. ഈ സമ്പ്രദായത്തിന്റെ പേരാണ് അടിമ സമ്പ്രദായം. അങ്ങനെ അടിമ സമ്പ്രദായം യൂറോപ്പിൽ അറിയപ്പെടുന്ന പേര് കോർവി എന്നാണ്. ഇന്ത്യയിൽ ഇതിനെ അറിയപ്പെടുന്ന പേര് വിഷ്ടി എന്നാണ്. തിരുവിതാംകൂറിൽ ഇതിനെ അറിയപ്പെടുന്ന പേര് ഊഴിയം വേല എന്നാണ്. വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അറിയപ്പെടുന്ന പേര് വല്ലിപ്പണി എന്നാണ്. ഈ വല്ലിപ്പണി എന്നറിയപ്പെടുന്ന സമ്പ്രദായത്തിനെതിരെ 1961 അമരാവതി സത്യാഗ്രഹം നടത്തിയത് AK ഗോപാലൻ. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഊഴിയം വേലയ്ക്കെതിരെ പ്രതികരിച്ച നവോത്ഥാന നായകനുണ്ടല്ലോ. ഊഴിയം വേലയ്ക്കെതിരെ പ്രതികരിച്ച നവോത്ഥാന നായകന്റെ പേര് വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹം പറഞ്ഞ വാക്യം, വേല ചെയ്താൽ കൂലി കിട്ടണം. ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കണേ, റിവൈസ് ചെയ്യണം. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. പ്രതിഫലമില്ലാതെ നിർബന്ധ ജോലി സമ്പ്രദായം. ആ PDF ഒന്ന് വായിച്ചു നോക്കുക, അതിനകത്ത് കിട്ടും. അടുത്തത് 1961 ഇടുക്കി ജില്ലയിൽ വല്ലിപ്പണിക്കെതിരെ നടത്തിയ സമരത്തിന്റെ പേര് അമരാവതി സത്യാഗ്രഹം. AK ഗോപാലൻ നേതാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യുക. PDF മസ്റ്റായിട്ട് വായിക്കണം. ഇനി യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്ന ക്രമം നമ്മൾ ഇതെല്ലാം പഠിക്കുന്നതാണ്. PDBF ചില ആളുകൾ കോഡായിട്ട് അല്ലെങ്കിൽ ഓർക്കാൻ വേണ്ടി ഒരു കോഡ് പോലെ പഠിക്കും. പോഡ ബീഫെ. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അതാണ് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്ന ക്രമം. ഇങ്ങനെയാണ്. ഇനി യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിന്ന് പോയ ക്രമമുണ്ട്. അത് ആദ്യം പോയത് ഡച്ചുകാർ, രണ്ടാമത് പോയത് ബ്രിട്ടീഷുകാർ, മൂന്നാമത് പോയത് ഫ്രഞ്ചുകാർ, നാലാമത് പോയത് പോർച്ചുഗീസുകാർ. അപ്പം ആദ്യം വന്നവരാണ് ഏറ്റവും അവസാനം പോയത്. ഓർക്കാനുള്ള ക്രമം ഉൾപ്പെടെ ഞാൻ കൊടുത്തപ്പോണ്ട്. യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്ന ക്രമം PDBF എന്ന, യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിന്ന് പോയ ക്രമം എങ്ങനെയാ? അത് DBFP എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, മത്സര പരീക്ഷയിൽ SCRTക്കും NCRTക്കും വളരെയേറെ പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ള ഒരു വർഷമാണ് 2024. ഇനി 2025 വരുന്ന 2026 ആയിക്കോട്ടെ, ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ, നമ്മുടെ പരീക്ഷകളിൽ കയറുമ്പം നിർണായകമായ 1-ൽ കൂടുതൽ മാർക്ക്, അത് ചിലപ്പോൾ 5 മാർക്കായിരിക്കാം, 10 മാർക്കായിരിക്കാം, 15 മാർക്കായിരിക്കാം. ഇനി മുഴുവൻ മാർക്കും ചിലപ്പോൾ SCRTയിൽ നിന്നും NCRTയിൽ നിന്നും വരാം. അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട ഇക്കഴിഞ്ഞ എല്ലാ മത്സര പരീക്ഷയിലും 2025 ഉൾപ്പെടെ ചോദിച്ച പ്രധാനപ്പെട്ട മത്സര പരീക്ഷയുടെ സംഘടനകളും അതിന്റെ സ്ഥാപകരെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇത് SCRT ഉള്ളതാണ്. NCRT കവർ ചെയ്യുന്നവർ അവരും വായിക്കുന്ന കണ്ടന്റ് ആണ്. പ്രധാനപ്പെട്ട സംഘടനകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ, പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ, അവയുടെ നേതൃസ്ഥാനത്തുള്ള നവോത്ഥാന നായകൻ. ഒന്ന്, സമത്വ സമാജം എന്നറിയപ്പെടുന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. നമുക്കറിയാം, നമുക്ക് തെറ്റത്തില്ല. സമത്വ സമാജ വൈകുണ്ഠസ്വാമികൾ. ഒരു എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ. സമ ചേർത്ത് എന്തു വന്നാലും ഉത്തരം ആരായിരിക്കും? വൈകുണ്ഠസ്വാമികളായിരിക്കും. പഠിച്ചു പോണം. രണ്ടാമത്തത്, ചട്ടമ്പി സ്വാമിക്ക് ഒരു സംഘടനയില്ല, മറിച്ച് ചട്ടമ്പി സ്വാമികൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം
എന്നിവയ്ക്കെതിരെ പോരാടിയ നവോത്ഥാന നായകന്റെ പേരാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ലയോ? അത് ചോദിച്ചാൽ അതൊരു റാങ്ക് മേക്ക് ക്വസ്റ്റൻ അല്ലയോ? കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ നവോത്ഥാന നായകന്റെ പേര് ചട്ടമ്പി സ്വാമികൾ അല്ലെങ്കിൽ അയ്യപ്പൻ കുഞ്ഞൻപിള്ള. ഒത്തിരി പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. ചട്ടമ്പി സ്വാമികൾക്ക് അപരനാമമുണ്ട്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കേന്ദ്രീകരിച്ച് പട്ടിസദ്യ നടത്തിയത് ചട്ടമ്പി സ്വാമികളാണ്. അതൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ് നവോത്ഥാനത്തിൽ. അടുത്തത് ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകരുടെ സംഘടനയുടെ പേര് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഈ സംഘടനയും പഠിക്കാനുള്ള വർഷവും അതിന്റെ മുഖപത്രമൊക്കെ വരും ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്തോളാം. ഇപ്പൊ നിങ്ങൾ ഒരു ഔട്ട്ലൈൻ മാത്രം ഒന്ന് വായിച്ചിട്ട് ഇന്നത്തെ രാത്രി 9 മണിക്കത്തെ റിവിഷനും പരീക്ഷ അറ്റൻഡ് ചെയ്യുക. ശ്രീനാരായണ ഗുരുവിന്റെ സംഘടനയുടെ പേര് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന. കുര്യാക്കോസ് ഏലിയാസ് ചാവറയ്ക്ക് പ്രത്യേകതയുണ്ട്. എന്തുവാ? കേരളത്തിൽ ആദ്യമായിട്ട് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാ. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അദ്ദേഹമാണ് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത്. പള്ളിയോടൊപ്പം സ്കൂള്, പള്ളിക്കൂടം എന്ന ആശയം. അപ്പൊ അമ്പലങ്ങൾക്കൊപ്പം സ്കൂൾ എന്ന ആശയം കൊണ്ടുവന്ന ആരാ? അത് ശ്രീനാരായണ ഗുരുവാണ്. പള്ളിയോടൊപ്പം സ്കൂൾ എന്ന ആശയം കൊണ്ടുവന്നത് അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അയ്യങ്കാളി ആരംഭിച്ച സംഘടനയുടെ പേര് സാധുജന പരിപാലന സംഘം എന്ന. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം ആരംഭിക്കുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് പ്രത്യേകതയുണ്ട്. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടനയുടെ പേരാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയ. 3 മാസിക അദ്ദേഹം സ്ഥാപിച്ചു. ആര്? വക്കം മൗലവി. ഏതൊക്കെ മാസിക? 1 മുസ്ലിം, 2 അൽ ഇസ്ലാം, ദീപിക. ഈ 3 മാസികയും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ കുഴപ്പിച്ചു കളയും. അതിൽ അൽ അമീൻ എന്ന് പറഞ്ഞൊരു പത്രമുണ്ട് അല്ലെങ്കിൽ മാസികയുണ്ട്. അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയാ. അൽ ഹിലാൽ ഉണ്ട്, അൽ ബലാഗ് ഉണ്ട്. അത് രണ്ടും മൗലാന അബ്ദുൽ കലാം ആസാദിന്റെയാ. എല്ലാം കൂടെ പ്രാന്താവരുത്, അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ വാക്ഫടാനന്ദൻ ആരംഭിച്ച സംഘടനയുടെ പേര് ആത്മവിദ്യാ സംഘം. അപ്പൊ ഈ PDF ഉറപ്പായിട്ടും വായിക്കണേ. ഇതിന്റെ പരീക്ഷ ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യണം. വാക്ഫടാനന്ദൻ ആരംഭിച്ച സംഘടന ആത്മവിദ്യാ സംഘം. സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച സംഘടനയുടെ പേര് സഹോദര പ്രസ്ഥാനം. അത് മാത്രമാണോ നിങ്ങൾ പഠിക്കാനുള്ളത്? അല്ലേ അല്ല. ശ്രീനാരായണ സേവിക സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പന. അത് പഠിക്കണേ, ഉറപ്പായിട്ട് ഓർത്തു വെക്കണം. അടുത്തത് പണ്ഡിറ്റ് KP കറുപ്പൻ. കേരളത്തിൽ എബ്രഹാം ലിങ്കൺ, കേരള ലിങ്കൺ, കവിതിലകൻ, വിദ്വാൻ എന്നീ പേരിൽ അറിയപ്പെടുന്ന പണ്ഡിറ്റ് KP കറുപ്പൻ ആരംഭിച്ച സംഘടനയുടെ പേരാണ് അരയ സമാജം. വളരെ പ്രധാനപ്പെട്ടതാണ്. മന്നത്ത് പത്മനാഭൻ ആരംഭിച്ച സംഘടനയുടെ പേരാണ് നായർ സർവീസ് സൊസൈറ്റി. അവിടെ ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള ചോദ്യമുണ്ട്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി മാതൃകയിൽ കേരളത്തിൽ രൂപീകരിച്ച സംഘടനയുടെ പേരാണ് നായർ സർവീസ് സൊസൈറ്റി. ആരംഭിച്ച വ്യക്തിയുടെ പേര് മന്നത്ത് പത്മനാഭൻ. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകന്റെ പേര് അത് മന്നത്ത് പത്മനാഭനാണ്. എന്റെ ദേവനും ദേവിയും സംഘടനയാണ് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭനാണ്. ഒന്ന് റിവൈസ് ചെയ്യണം. അടുത്തത് VT ഭട്ടതിരിപ്പാട് നവോത്ഥാന നായകനാണല്ലോ. അദ്ദേഹം ആരംഭിച്ച സംഘടനയുടെ പേര് യോഗക്ഷേമ സഭ എന്നാണ്. VT ഭട്ടതിരിപ്പാട് ആരംഭിച്ച യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഡിഗ്രി പരീക്ഷയുടെ സിലബസ് കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ എന്നറിയപ്പെടുന്ന സിലബസ് എടുക്കുമ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് എടുത്തോളാം. ഇപ്പം പറഞ്ഞല്ലോ, ഇന്നത്തെ റിവിഷന് വേണ്ടി ജസ്റ്റ് റിവൈസ് ചെയ്ത് പോകുന്നു. അടുത്തത് കുമാരഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനുണ്ട്. കുമാരഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരംഭിച്ച സംഘടനയുടെ പേരാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ. ഈ പറഞ്ഞേക്കുന്ന ഇത്രയും സംഘടനകൾ ഉറപ്പായും നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണം. കാരണം ഇതിൽ നിന്ന് വേറൊരു ചോദ്യം ചോദിക്കത്തില്ല. ഇതേ ചോദിക്കൂ. സംഘടനകളും സ്ഥാപകരും ചോദിക്കുമ്പോൾ ഇത് തന്നെയാണ് PSC മത്സര പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നത്. അപ്പൊ ഇത് സ്കിപ്പാകരുത്. ഇത് സ്കിപ്പ് ആവാതിരിക്കുവാണെങ്കിൽ 1 മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി മത്സര പരീക്ഷയിൽ ഒരു മെയിൻ പരീക്ഷയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു സെക്രട്ടേറിയറ്റ് പ്രിലിംസും മെയിൻസും ഫോക്കസ് ചെയ്യുന്നു. 10th ലെവൽ മെയിൻസ് ഫോക്കസ് ചെയ്യുന്നു. ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഫോക്കസ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. ഏത് മത്സര പരീക്ഷ നിങ്ങൾ ഫോക്കസ് ചെയ്തോട്ടെ, അതിൽ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയി വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഇനി പറയാൻ വരുന്നത്. കേരളത്തിലെ 3 പ്രദേശങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ. അതിൽ ഓരോ പ്രദേശത്തും പ്രധാനപ്പെട്ട ഉടമ്പടികൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്ന് മലബാർ. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന പോയിന്റ് ഇങ്ങനെ ഒന്ന് എഴുതിക്കോണം. മലബാർ എന്ന് എഴുതി 2 പോയിന്റ്. ഒന്ന് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. അങ്ങനെ ഒന്ന് നിങ്ങൾ എഴുതണ്ട. മലബാർ എന്ന് എഴുതി 1792 എന്ന് എഴുതുക. മലബാർ -1792. വസ്തുത ശ്രീരംഗപട്ടണം ഉടമ്പടി നമ്മൾ നേരത്തെ പഠിപ്പിച്ചതാ. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് എന്ത് ലഭിക്കുന്നു? മലബാർ ലഭിച്ചു. മൈസൂർ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ശ്രീരംഗപട്ടണം ഉടമ്പടി ഈ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ഉണ്ടാക്കുന്നത്. ആ ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം ടിപ്പു സുൽത്താന്റെ കയ്യിലിരുന്ന മലബാർ ആർക്ക് കിട്ടി? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നു. അടുത്തത് 1800.
1800 ഈ മലബാർ എന്നറിയപ്പെടുന്ന പ്രദേശം മദ്രാസ് സർക്കാരിന് കീഴിലായി. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ഓൾറെഡി ആയി, പക്ഷെ മദ്രാസ് സർക്കാരിന് കീഴിലായ വർഷം 1800 അത് കിട്ടിയല്ലോ. അടുത്ത അതേ മോഡൽ കൊച്ചിയിലേക്ക് പോവാ. കൊച്ചിയിൽ വരുമ്പോൾ 1791 SCERTയിലെ കണ്ടന്റും NCERTയിലെ കണ്ടന്റും അങ്ങോട്ട് പറഞ്ഞു തരുന്നേ. 1791 ബ്രിട്ടീഷുകാരുമായിട്ട് കൊച്ചി രാജാവ് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടും. കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യം എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള ഭരണമല്ല, ജസ്റ്റ് സാമന്ത രാജ്യമായി പ്രഖ്യാപിക്കുന്നത് 1791 ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഉടമ്പടി പ്രകാരമാണ്. ഇനി അഗൈൻ 1800 പ്രത്യേകത എന്താ? കൊച്ചി മദ്രാസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലായി. നിയന്ത്രണത്തിലേ ആയുള്ളൂ, കീഴിലായെന്നല്ല, ജസ്റ്റ് നിയന്ത്രണം മാത്രം, കൺട്രോളിങ് മാത്രം, ഫുൾ അതോറിറ്റി ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണം ഉണ്ടായിരുന്ന കേരളത്തിലെ ഏക പ്രദേശം ഏത് തന്നെയാ? മലബാർ തന്നെയാ. കാരണം കൊച്ചി മദ്രാസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലേ ആയുള്ളൂ. ദെൻ മൂന്നാമത്തത് തിരുവിതാംകൂർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വഞ്ചീസ മംഗളം നമ്മൾ പഠിക്കും. തിരുവിതാംകൂറിലെ നായർ സേന അല്ലെങ്കിൽ മറവപ്പട അല്ലെങ്കിൽ നായർ ബ്രിഗേഡിനെ പറ്റി നമ്മൾ പഠിക്കും. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ നമ്മൾ പഠിക്കുമ്പം വളരെ പ്രധാനപ്പെട്ട സെൻസസ് നടപ്പിലാക്കിയ നാട്ടുരാജ്യത്തെ പറ്റി നമ്മൾ പഠിക്കും. ഇന്ത്യയിലെ രണ്ടാമത്തെ നിയമനിർമ്മാണ സഭ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ എന്ന് നമ്മൾ പഠിക്കത്തില്ലയോ? ഇന്ത്യയിൽ ആദ്യ നിയമനിർമ്മാണ സഭ ആരംഭിച്ച നാട്ടുരാജ്യം മൈസൂരാണ്. അത് 1887 ഇന്ത്യയിലെ രണ്ടാമത്തെ നിയമനിർമ്മാണ സഭ 1888 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ. ഇതൊക്കെ നമ്മൾ തിരുവിതാംകൂർ ഏരിയ പഠിക്കുന്നത്. അപ്പൊ തിരുവിതാംകൂറിൽ 1795 അവര് ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടും. ആ ഉടമ്പടി പ്രകാരം പറയുന്നത് തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നത് 1795 മുതലാണ്. ദെൻ തിരുവിതാംകൂറിൽ 1805 വീണ്ടും ഒരു ഉടമ്പടിയും കൂടെ ഉണ്ടാവും. ബ്രിട്ടീഷുകാരുമായിട്ട് 1805 ഒരു ഉടമ്പടിയും കൂടെ ഉണ്ടാവും. ആ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യരാജ്യമായിട്ട് മാറും. തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യരാജ്യമായി മാറും. ഈ പറയുന്ന പ്രദേശം, ഉടമ്പടി, വർഷം, വ്യവസ്ഥകൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായി നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. അതുകൊണ്ട് ഒന്ന് റിവൈസ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ? ഇനി ഞാൻ ഈ പറയാൻ വരുന്ന ഓരോ നവോത്ഥാന നായകന്മാരെയും നിങ്ങൾ ഓർത്തു വെക്കണം. നിങ്ങൾക്ക് നവോത്ഥാനത്തിൽ നിന്ന് എത്ര മാർക്കാണോ ചോദ്യം വരുന്നത് അത്രയും മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് കണ്ടല്ലോ, ഇതിന് PDF വായിച്ചല്ലോ, ഇതിനോടൊപ്പം തന്നെ വർക്കൗട്ട് ബാച്ചിൽ 323 പ്രസ്താവന ചോദ്യങ്ങളും ഉത്തരങ്ങളുമുള്ള ഒരു PDF തരും. കേരള ചരിത്ര നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ നിമിഷം വരെ, അതായത് കഴിഞ്ഞ 2025 ജാനുവരി 2nd വീക്ക് വരെ ചോദിച്ച മത്സര പരീക്ഷയുടെ PYQ സോർട്ട് ചെയ്യുന്ന 3 മാജിക് മന്ത്ര PDF തരും. കേരള ചരിത്ര നവോത്ഥാനത്തിന്റെ മാജിക് മന്ത്ര PDF വർക്കൗട്ട് ബാച്ചിൽ തരും. അതുകൂടി വായിക്കുക. അപ്പൊ നവോത്ഥാനം കേരള ചരിത്രം സെറ്റായി. ഇങ്ങനെയാണ് വർക്കൗട്ട് ബാച്ച് നമ്മൾ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട PYQ എല്ലാം സോർട്ട് ചെയ്യുന്ന ഒരു PDF സെക്ഷൻ കാണും. അത് കേരള ചരിത്രം മാജിക് മന്ത്ര, ഇന്ത്യൻ ചരിത്രം മാജിക് മന്ത്ര പാർട്ട് 1 പാർട്ട് 2, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാജിക് മന്ത്ര പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3. ദെൻ അതിനകത്ത് ഓരോ, ഇപ്പൊ കറണ്ട് അഫയേഴ്സ് എടുക്കുകയാണെങ്കിൽ മാജിക് മന്ത്ര ഇല്ല, കറണ്ട് അഫയേഴ്സിന്റെ 2020 പാർട്ട്, ഓരോ മത്സര പരീക്ഷയ്ക്ക് ആവശ്യമുള്ള 20 സെറ്റ് ക്വസ്റ്റ്യൻ വീതം, അതിന്റെ റിലേറ്റഡ് ഫാക്ട്, ഏകദേശം ഒരു 25ഓളം പാർട്ടുണ്ട്. അതാണ് ഈ വർക്കൗട്ട് ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്ത് മാറ്റുന്നത്. അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസിന്റെ 2 സ്റ്റേജിലും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, ഞാൻ അതിന്റെ വീഡിയോ സഹിതം നിങ്ങൾക്ക് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തതാണ്. അതിന്റെ ഈ പറയുന്ന കുട്ടികളുടെ പ്രതികരണം ഉൾപ്പെടെ, അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് രീതി ഉൾപ്പെടെ, അതിൽ പോസിറ്റീവ് കമന്റും വന്നിട്ടുണ്ട്, നെഗറ്റീവ് കമന്റും വന്നിട്ടുണ്ട്. എന്തായാലും തെറ്റില്ല, ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് കിട്ടുന്ന രീതി നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. ദെൻ വൈകുണ്ഠ സ്വാമി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട് സ്കൂൾ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന വസ്തുത 1, അദ്ദേഹം ആരംഭിച്ച സംഘടനയുടെ പേര് സമത്വ സമാജം എന്നാണ്. സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികളാണ് നടത്തിയത്. അദ്ദേഹം 2 പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് അഖില തിരുട്ട്, മറ്റൊന്ന് അരുൾ നൂല്. ചില മെറ്റീരിയൽസിൽ അമ്മാനെ അരുളെന്നും കൊടുത്തേപ്പുണ്ട്. അഖില തിരുട്ട്, അരുൾ നൂല്, അമ്മാനെ അരുൾ, 3 നിങ്ങൾ ഓർത്തു വെക്കണം പ്രസിദ്ധീകരണങ്ങളാണ്. ഇനി അദ്ദേഹം 3 പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ പറയുമ്പോൾ, ഒന്ന്, ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാ, പഠിക്കണം. അദ്ദേഹത്തിന്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥയെ അറിയപ്പെടുന്ന പേരാണ് അയ്യാവഴി. വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ അയ്യാവഴി എന്നറിയപ്പെടുന്ന വിശ്വാസം ആരുമായി ബന്ധപ്പെട്ടതാ? വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടതാ. അയ്യാവഴി എന്ന ആശയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചിഹ്നമാണ് തീജ്വാല വഹിക്കുന്ന താമര. അയ്യാവഴി എന്ന ആശയത്തിന്റെ ചിഹ്നം
തീജ്വാല വഹിക്കുന്ന താമര, അതൊന്ന് ഓർത്തു വെക്കണം. ഇനി അദ്ദേഹം ഒരു തരത്തിലുമുള്ള വിവേചനങ്ങളില്ലാതെ എല്ലാവരുടെയും സമത്വത്തിന് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. അദ്ദേഹം സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിക്കുന്നു. കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. 1836 സമത്വ സമാജം ആരംഭിക്കുന്നത്. ഇതേ വർഷം 1836 ഇദ്ദേഹം തിരുവിതാംകൂറിൽ ആദ്യമായി ക്ഷേത്രപ്രവേശനം സാധ്യമാക്കണം എന്ന് പറയും. 1836, 100 വർഷം കഴിഞ്ഞിട്ടാ 1936 നവംബർ 12 ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുന്ന ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രദർശനം നടത്തിയതുമാരെ തന്നെ വൈകുണ്ഠസ്വാമികളാണ്. അഖിലത്തിരുട്ട്, അരുൾനൂല്, അമ്മാനരുൾ, അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. സമ്പൂർണ്ണ ദേവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതുമാരെ തന്നെ വൈകുണ്ഠസ്വാമികളാണ്. അതിൽ ആ 323 പ്രസ്താവന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമുള്ള PDF നിങ്ങൾ പ്രിന്റ് എടുത്ത് വായിക്കണം. അതുമാത്രമല്ല 3 മാജിക് മന്ത്ര, കേരള നവോത്ഥാനം, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട എൻറ്റയർ കണ്ടന്റ് ഉള്ള 3 മാജിക് മന്ത്ര PDF കൂടി വായിച്ചിട്ടേ ഇന്നത്തെ റിവിഷൻ തീരാവൂ. ദെൻ അഗെയിൻ നാളത്തെ ദിവസം കേരള ജോഗ്രഫി, കറണ്ട് അഫെയർ, സയൻസ്. ദെൻ മൂന്നാമത്തെ ദിവസം ഇന്ത്യൻ ഭരണഘടന, കറണ്ട് അഫേഴ്സ്, സയൻസ്. നാലാമത്തെ ദിവസം ഇന്ത്യൻ ചരിത്രം, കറണ്ട് അഫേഴ്സ്, സയൻസ്. അഞ്ചാമത്തെ ദിവസം ഇന്ത്യൻ ജോഗ്രഫി, കറണ്ട് അഫേഴ്സ്, സയൻസ്. ദെൻ ശനിയാഴ്ച വീണ്ടും റിവിഷൻ. ഞായറാഴ്ച ഈ പറയുന്ന ഏതെങ്കിലും ദിവസം പെൻഡിങ് ഉണ്ടെങ്കിൽ അത് തീർത്തോണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിവൈസ് ചെയ്ത് പോവുക, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, ഇതിന് അടുത്തത് ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ. ഒന്ന്, അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. ഈ 3 കൃതികളും ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. ഈ വേദാധികാര നിരൂപണം എന്ന പുസ്തകത്തെ പറ്റിയൊക്കെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വാക്യമുണ്ട്, തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. ഇനി ഈ പറഞ്ഞ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്തിനെതിരെ? മരുമക്കത്തായ സമ്പ്രദായത്തിനെതിരെ പ്രതികരിച്ചു, സംബന്ധത്തിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുള്ള വാക്കുകൾ പറഞ്ഞല്ലോ. അതിനോടൊപ്പം പറയേണ്ടത് അദ്ദേഹം ജാതി വ്യവസ്ഥയും യുക്തിരഹിതവുമായ സാമൂഹിക ആചാരങ്ങളെയും എതിർത്തു. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കേന്ദ്രീകരിച്ച് പട്ടിസദ്യ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ്. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലയേറിയ സംഭാവനകൾ നൽകിയ നവോത്ഥാന നായകന്റെ പേര് ചട്ടമ്പി സ്വാമികൾ എന്നാണ്. വേദങ്ങളിൽ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന കുത്തകാധിപത്യത്തെ അദ്ദേഹം വെല്ലുവിളിക്കുന്നു. അതുകൊണ്ടാ വേദാധികാര നിരൂപണം, ആദിഭാഷ, പ്രാചീന മലയാളം എന്നീ പുസ്തകങ്ങൾ ചട്ടമ്പി സ്വാമികളുടേതാണ്. ചട്ടമ്പി സ്വാമികൾക്ക് 4 പ്രധാനപ്പെട്ട അപരനാമങ്ങളുണ്ട്. എന്തൊക്കെയാ? നിങ്ങൾക്ക് അറിയാവുന്നയാ. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണോ? അല്ല. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയ. ചട്ടമ്പി സ്വാമികളെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ കുഞ്ഞൻപിള്ള എന്നാണ്, നമുക്കറിയാവുന്നതാണ്. സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാ. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാ. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. അങ്ങനെ ഒത്തിരി വിശേഷണങ്ങളുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക, റിവൈസ് ചെയ്യുക. ഓക്കെ, ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റൊരു നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അയ്യങ്കാളിയെ പറ്റി പഠിക്കുമ്പം വളരെ പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് കല്ലുമാല സമരം, ഊരൂട്ടമ്പല ലഹള, കമ്മൻകുളം സമരം. ഇതൊക്കെ നമുക്ക് പഠിക്കുന്നതാണ്. അപ്പൊ അതിനോടൊപ്പം പഠിക്കേണ്ടത് അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ പേര് സാധുജന പരിപാലന യോഗം ആണ്. 1907 സാധുജന പരിപാലന സംഘം എന്ന സാധുജന പരിപാലന യോഗം ആരംഭിക്കുന്നത്. ഇനി ഈ പറഞ്ഞ സാധുജന പരിപാലന യോഗം എന്ന സംഘടനയ്ക്ക് ഒരു മുഖപത്രം ഉണ്ടല്ലോ. മുഖപത്രത്തിന്റെ പേര് സാധുജന പരിപാലിനി എന്ന 1913 ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ എഡിറ്ററായിട്ട് ആരംഭിച്ച മാസികയുടെ പേരല്ലയോ സാധുജന പരിപാലനി. ഒന്ന് റിവൈസ് ചെയ്യണം. ഇനി താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകൾ തുറന്നു കിട്ടുന്നതിനും സ്കൂൾ പ്രവേശനം നൽകുന്നത് ഉൾപ്പെടെയുള്ള പൗരാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി നിലകൊണ്ടു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വില്ലുവണ്ടി സമരം 1893 എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കും. 1907 സാധുജന പരിപാലന സംഘം വളരെ പ്രധാനപ്പെട്ടതാണ്. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിക്കുന്നു. വർഷം 1915 കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച്, കൊല്ലം ജില്ലയിലെ പെരിനാട് എന്നറിയപ്പെടുന്ന സ്ഥലം കേന്ദ്രീകരിച്ച് കല്ലുമാല സമരം, അതുമല്ലെങ്കിൽ പെരിനാട് സമരം, അതുമല്ലെങ്കിൽ കമ്മൻകുളം സമരം. ഞാൻ ഉറപ്പു തരുന്നു ഈ വാക്കുകളൊക്കെ ഞാൻ ഈ പറയുന്ന കേരള ചരിത്രം എന്നറിയപ്പെടുന്ന ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റിൽ മാത്രമുള്ളതാണ്. അതുൾപ്പെടെ കണ്ടന്റ് അങ്ങോട്ട് തരുവാണ്. കമ്മൻകുളം സമരം എന്നറിയപ്പെടുന്നത് പെരിനാട് സമരം അല്ലെങ്കിൽ കല്ലുമാല സമരത്തെ പറ്റിയാണ്. ഒന്ന് ഓർത്തു വെക്കണം. ഇനി കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലയെ പറ്റി SCERT NCERT കണ്ടന്റിൽ കൊടുത്തപ്പോണ്ട്. അദ്ദേഹം ആരംഭിച്ച സംഘടനയുടെ പേര് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ എന്ന. ഈ സംഘടന മാത്രമല്ല ഏകദേശം
12ഓളം സംഘടനകൾ പഠിക്കണം. ഇതിന്റെ ക്ലാസ് HSA പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കി പബ്ലിഷ് ചെയ്തപ്പോണ്ട് അതുകൂടി നിങ്ങളൊന്ന് കാണുക. ഇംഗ്ലീഷിലാണ് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, ദെൻ അദ്ദേഹം ആരംഭിച്ച ഈ പറയുന്ന വക്ക അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ, ഒന്ന് സ്വദേശാഭിമാനി, അദ്ദേഹം ആരംഭിച്ച പത്രത്തിന്റെ പേരാ. അതിന്റെ ആദ്യത്തെ എഡിറ്റർ എന്നറിയപ്പെടുന്നത് CP ഗോവിന്ദപിള്ളയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പ്രധാനപ്പെട്ട പത്രാധിപരാണ് ആര്? K രാമകൃഷ്ണപിള്ള എന്നറിയപ്പെടുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ പറയുന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്ക അബ്ദുൽ ഖാദർ മൗലവി, ആദ്യ എഡിറ്ററിന്റെ പേര് CP ഗോവിന്ദപിള്ള, മറക്കരുത്. പക്ഷേ ഈ പറയുന്ന CP ഗോവിന്ദപിള്ള എഡിറ്റർ ആയതിനു ശേഷം തൊട്ടടുത്ത വർഷം 1906 രാമകൃഷ്ണപിള്ള എഡിറ്റർ ആവുന്നുണ്ട്. 1905 ഈ പറഞ്ഞ സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്. 1906 രാമകൃഷ്ണപിള്ള എഡിറ്റർ ആകുന്നു. ദെൻ ഈ പറയുന്ന വക്ക അബ്ദുൽ ഖാദർ മൗലവിക്ക് പ്രധാനപ്പെട്ട 3 മാസിക ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക. അതിൽ അൽ ഇസ്ലാമിന്റെ പ്രത്യേകത അതൊരു അറബി മലയാളം മാസികയാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി വക്ക അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പ്രധാനപ്പെട്ട ആശയങ്ങളും പരിഷ്കാരങ്ങളും പറയുമ്പോൾ, ഒന്ന്, ഇസ്ലാമികമല്ലാത്ത എല്ലാ ആചാരങ്ങളെയും അദ്ദേഹം മുസ്ലിങ്ങളോട്, അല്ലെങ്കിൽ ഇസ്ലാമികമല്ലാത്ത എല്ലാ ആചാരങ്ങളെയും ഉപേക്ഷിക്കാൻ അദ്ദേഹം മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു. അതൊന്ന് ഓർത്തു വെക്കണം. ദെൻ പൗരത്വ വിദ്യാഭ്യാസം നേടാനും ആധുനിക പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനും മുസ്ലിങ്ങളെ ഉപദേശിച്ചതുമാര് തന്നെ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഒന്നോർത്തു വെക്കണം. ദെൻ വാക്പഠാനത്തിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആരംഭിച്ച സംഘടനയുടെ പേര് ആത്മവിദ്യാ സംഘം എന്നാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാക്പഠാനന്ദനാണ്. വാക്പഠാനത്തിനുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് വാക്പഠാനന്ദൻ. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നറിയപ്പെടുന്നത് വാക്പഠാനന്ദനാണ്. ഊരാളുങ്കൽ പരസ്പര സഹായ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാക്പഠാനന്ദനാണ്. അതൊക്കെ ഒന്ന് ഓർത്തുവെക്കുക. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മാസിക അഭിനവ കേരളമാണ്. അദ്ദേഹം ആരംഭിച്ച പത്രികയുടെ പേര് ആത്മവിദ്യ കാഹളമാണ്. പ്രധാനപ്പെട്ട മാസിക ടിക്ക് ചെയ്തേക്കണം. അഭിനവ കേരളം അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, ഒന്ന്, താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനുള്ള അവകാശത്തെ പിന്തുണച്ച മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വാക്പഠാനന്ദനാണ്. ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത നവോത്ഥാന നായകൻ വാക്പഠാനന്ദനാണ്. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് കർഷകരുമായി ബന്ധപ്പെട്ട് കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. കർഷകരുടെ മിത്രം എന്ന് നമ്മൾ സയൻസിൽ പഠിക്കുമ്പോൾ അത് മണ്ണിരയായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ടൈമുകളൊക്കെ നമ്മൾ പഠിക്കും. ഇവിടെ കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? വാക്പഠാനന്ദൻ. അത് ഓർത്തു വെക്കുക. യുക്തിചിന്തയും വിമർശന ചിന്തയും പ്രോത്സാഹിപ്പിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് വാക്പഠാനന്ദൻ. അടുത്തത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നറിയപ്പെടുന്ന മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുണ്ട്. അദ്ദേഹത്തിന്റെ 3 പ്രധാനപ്പെട്ട 4 പ്രസിദ്ധീകരണങ്ങൾ സ്കൂൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ, നളാഗമങ്ങൾ. ഈ 4 പ്രധാനപ്പെട്ട കൃതികളും പഠിക്കണം. അദ്ദേഹം ആരംഭിച്ച പരിഷ്കാരങ്ങൾ, ഒന്ന്, മധ്യ കേരളത്തിൽ അദ്ദേഹം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അദ്ദേഹത്തിന് 4 സംവിധാനങ്ങളുണ്ട്. ഒന്ന്, പള്ളിയോടൊപ്പം സ്കൂള്, പള്ളിക്കൂടം എന്ന ആശയത്തിന്റെ വക്താവ് ഈ പറഞ്ഞ കുര്യാക്കോസ് ഏലിയാസ് ചാവറയ. കെട്ട് തെങ്ങ് പദ്ധതി എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സിൽ എടുത്തോളാം. കെട്ട് തെങ്ങ് പദ്ധതി, 105 പദ്ധതി, പിടിയേരി സമ്പ്രദായം, വാഴത്തട വിപ്ലവം. ഈ 5 സംവിധാനങ്ങളും കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. സമൂഹത്തിലെ ദരിദ്രർക്കും വാർദ്ധക്യം ബാധിച്ചവർക്ക് വേണ്ടി കേരളത്തിൽ ആദ്യമായിട്ട് അനാഥാലയങ്ങൾ സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. വാഴത്തട വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ്, കെട്ട് തെങ്ങ് പദ്ധതിയുടെ ഉപജ്ഞാതാവ്, 105 പദ്ധതിയുടെ ഉപജ്ഞാതാവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഈ പറഞ്ഞ പിടിയേരി സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ്. ഒത്തിരി പ്രത്യേകതയുണ്ട്. ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആർപ്പൂക്കര ദേവൻ, ആർപ്പൂക്കര സദ്യ നടത്തിയ നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അങ്ങനെ ഒത്തിരി പ്രത്യേകത ഉണ്ട്. 1846 കോട്ടയത്ത് മാന്നാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം ആരംഭിച്ചു. ടിക്ക് ചെയ്ത് പഠിക്കണം. ഈ ക്വസ്റ്റ്യൻ വരുമ്പോഴേ ഫോക്കസ് ചെയ്യണം. കോട്ടയം ജില്ലയിലെ മാനാനം അതൊന്ന് ഓർക്കണേ. മാന്നാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചതാരാണ്? അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. ഇനി നവോത്ഥാന നായകന്മാരുടെ കാറ്റഗറിയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. VT ഭട്ടതിരിപ്പാടിനെയാണ് കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത്. VT ഭട്ടതിരിപ്പാട്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. കറുത്ത
പട്ടേരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകം ആരെഴുതിയതാണ്? VT ഭട്ടതിരിപ്പാട് എഴുതിയ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകം ആദ്യമായി അവതരിപ്പിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അപ്പൊ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ നാടകം ഉണ്ടല്ലോ, അത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് കൊല്ലം ജില്ലയിലെ തേവലക്കര എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. നമുക്ക് വേണ്ടത് VT ഭട്ടതിരിപ്പാടിന്റെ പ്രസിദ്ധീകരണം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകമാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ നമ്പൂതിരി സ്ത്രീകളോടുള്ള, പ്രത്യേകിച്ച് വിധവകളോടുള്ള ദ്രോഹപരമായ പെരുമാറ്റങ്ങളെ നിന്ദിച്ച നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാടാണ്. സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും എതിർത്ത നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാട്. ഈ VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പം സാമൂഹിക പരിഷ്കരണ ജാഥ നമ്മൾ പഠിക്കും. വളരെ പ്രധാനപ്പെട്ടതാണ്. VT ഭട്ടതിരിപ്പാട് നാടകം മറക്കല്ലേ. നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആദ്യമായി പ്രദർശിപ്പിക്കുന്നത് ഈ പറഞ്ഞ തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അപ്പൊ ഇത്രയും കണ്ടന്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. വരാൻ പോകുന്ന മുഴുവൻ പരീക്ഷ, അത് 10th ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിക്കോട്ടെ, സെക്രട്ടേറിയറ്റ് ആയിക്കോട്ടെ, ഈ പറയുന്ന ചോദ്യങ്ങൾ ഉറപ്പായും ചോദിക്കും. കഴിഞ്ഞ പ്രിലിമിനറി പരീക്ഷയിലും കഴിഞ്ഞ 2024 10th ലെവൽ പ്രിലിംസിലും മെയിൻസിലും LGS പരീക്ഷയിലും LDC പരീക്ഷയിലും നമ്മൾ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ പറഞ്ഞ SCRTയും NCRTയും എല്ലാം കവർ ചെയ്താണ് വർക്കൗട്ട് ബാച്ചിൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് ആത്മാർത്ഥതയോടുകൂടി പറയുന്നു, വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷയിലും ഉന്നത റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ് കണ്ടല്ലോ, ഇത് നോട്ട്സ് വായിക്കണം. നോട്ട്സ് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പരീക്ഷ രാത്രി 9 മണിക്ക് ഇപ്പൊ തന്നെ പഠിച്ചു മാറ്റി രാത്രി 9 മണിക്കത്തെ എക്സാം അറ്റൻഡ് ചെയ്യുക. കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.